കെ.എസ്.ആർ.ടി.സിയിൽ നിന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത. നിരക്കിളവ് പ്രഖ്യാപിക്കുന്നു കെ.എസ്.ആർ.ടി.സി. 140 കിലോമീറ്ററിന് മുകളിലായി പുതുതായി ആരംഭിച്ച ടേക്ക് ഓവർ ബസ്സുകൾക്കാണ് നിരക്ക് ഇളവ്. വിശദാംശങ്ങൾ അമൽനാഥ് നൽകും. അമൽ, കെ.എസ്.ആർ.ടി.സി വലിയ കടക്കെണിയിൽ നിൽക്കുകയാണ്. അതിനിടയിൽ ഈ നിരക്കിളവ് എങ്ങനെ പ്രാബല്യത്തിലാകുന്നു? 30% നിരക്കിളവാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ടേക്ക് ഓവർ റൂട്ടുകളിലാണ് ഈ ഒരു നിരക്ക് ഇളവ് പ്രഖ്യാപിച്ചത്. ഏകദേശം 140 കിലോമീറ്ററിന് മുകളിലായി പുതുതായി ടേക്ക് ഓവർ ബസ്സുകൾക്കാണ് നിരക്കിളവ് ബാധകമായിരിക്കുക. അനധികൃതമായി ഓടുന്ന സ്വകാര്യ ബസ് സർവീസുകളെ നേരിടാനാണ് ഈ ഒരു തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് കെ.എസ്.ആർ.ടി.സി പുറത്തിറക്കിയ റിലീസിൽ സൂചിപ്പിച്ചിട്ടുള്ളത് കെ.എസ്.ആർ.ടി.സി ഓപ്പറേറ്റ് ചെയ്യുന്ന പുതിയ ദീർഘദൂര സർവീസുകൾക്കൊപ്പം അനധികൃതമായി സ്വകാര്യ സർവീസുകൾ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് സർവീസ് നടത്തുന്നതായി നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. ഇത്തരം സർവീസുകൾ യാതൊരു അംഗീകൃത ടിക്കറ്റ് നിരക്കുകളും പാലിക്കാതെ അനധികൃതമായ രീതിയിലാണ് കെ.എസ്.ആർ.ടി.സി ബസ്സുകൾക്ക് മുന്നിലായി സർവീസ് നടത്തി കടുത്ത നഷ്ടമാണ് ഇപ്പോൾ ഈ ഒരു വരുമാനത്തിൽ കെ.എസ്.ആർ.ടി.സിക്ക് വരുത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങളെ ഗുണകരമായും യാത്രക്കാരെ അധികമായി ആകർഷിക്കുന്നതിനും ഒപ്പം തന്നെ കടുത്ത നഷ്ടം ഒഴിവാക്കുന്നതിനും ഒക്കെ വേണ്ടിയാണ് 140 കിലോമീറ്ററിന് മുകളിലായി പുതുതായി ടേക്ക് ഓവർ സർവീസുകൾക്ക് 30% നിരക്കിളവ് അനുവദിക്കാൻ വേണ്ടി കെ.എസ്.ആർ.ടി.സി തീരുമാനിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുവഴി കെ.എസ്.ആർ.ടി.സിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നഷ്ടത്തിൽ നിന്നും കൂടുതൽ യാത്രക്കാരെ ആകർഷിച്ചുകൊണ്ട് നികത്താൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സ്വകാര്യ സർവീസുകളുടെ ഈ ഒരു ഇടപെടൽ, അതായത് അനധികൃതമായ രീതിയിൽ സ്വകാര്യ സർവീസുകൾ ബസ് റൂട്ട് ഓടുന്നതാണ് ഇതിന്റെ പ്രധാന കാരണമായി കെ.എസ്.ആർ.ടി.സി കാണുന്നത്. ഫിജി അമൽനാഥ് റിപ്പോർട്ട് ചെയ്യുന്നു. കെ.എസ്.ആർ.ടി.സി നിരക്കിളവ് പ്രഖ്യാപിച്ചു.